ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഒരു നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. ഇതൊരു ജെല്ലാണ്, അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ഒരു ജെല്ലാണ്. ഫ്ലാക്സ് സീഡും ബീട്രൂട്ടും പിന്നെ ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ജെല്ലാണ്. ഈ ജെല്ല് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും മാറി നമ്മുടെ സ്കിന്ന് നല്ല പളപളായിട്ട് തിളങ്ങും. നല്ല അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു ജെല്ലാണിത്. ഇത് നമ്മൾ ഉണ്ടാക്കി ഡെയിലി നമ്മുടെ ഫേസിൽ ഉപയോഗിക്കണം. ഒരു 2-3 ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഒരു ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും, സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറും. അപ്പോൾ അടിപൊളി ഒരു ജെല്ലാണ് കേട്ടോ ഇത്. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഫ്ലാക്സ് സീഡ് മാത്രം വെച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ യൂസ് ആക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഡബിളായിട്ടുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയേക്കണം കേട്ടോ. അപ്പം പിന്നെ കമൻറ്റ് ഇടാനൊക്കെ ഒന്നും മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഒന്ന് ഇടണേ പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യണേ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആ ലൈക്ക് ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഒരു ജെല്ലുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിനുശേഷം വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടുമാണ്. അപ്പോൾ ഞാനൊരു പകുതി ബീട്രൂട്ടാണ് എടുക്കുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ടും കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കണം. ഈ ക്യാരറ്റും ബീട്രൂട്ടും അറിയാമല്ലോ, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഇത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് തരുന്നൊരു വെജിറ്റബിൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും നല്ലതാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടും. നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടും. അപ്പോൾ അത് ഞാനിതുപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന ഫ്ലാക്സ് സീഡിലോട്ട് ഈ ജ്യൂസിനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിത് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കിത് ജെല്ലായിട്ട് കിട്ടും. ഞാൻ ഈ ഫ്ലാക്സ് സീഡ് ഇതിനു മുമ്പ് ഫ്ലാക്സ് സീഡ് മാത്രമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഈ ഫ്ലാക്സ് സീഡ് ഏറ്റവും നല്ലൊരു സംഭവമാണ്. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ടിട്ടാണ് ഞാൻ ഈ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഇതിനോട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും നേരത്തെ കാലം കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം ഈ ഒരു ജെല്ല് അത്രയും നല്ലതാണ്, നമുക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു ജെല്ല്. അപ്പം എന്താ ഇതുപോലൊരു പരുവാകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നമ്മളിത് അരിച്ചെടുക്കണം. ഇത് തണുത്തിട്ടാണ് നമ്മൾ അരിക്കുന്നതെങ്കിൽ ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മളൊരു തുണിയൊക്കെ എടുത്ത് പിഴിഞ്ഞൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ചൂടോടുകൂടി തന്നെ ഈ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് ഇത് അരിക്കുവാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കിതിൻ്റെ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്രത്തോളം ജെല്ലാണ് എനിക്ക് കിട്ടി. ഇതിപ്പോൾ ഒരു ലൂസായിട്ടുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് നേരം അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള ഒരു ജെല്ലായിട്ട് ഇത് മാറും. ഞാനിതുപോലൊരു ഒരു പഴയ അലോവേരയുടെ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തോട്ടാണ് ഈ ഒരു ജെല്ല് ഇട്ട് വെക്കുന്നത്. ഇതൊരു ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. നമ്മളിത് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നായിട്ട് അരമണിക്കൂർ മുന്നായിട്ട് നമ്മൾ ഈ ജെല്ല് കുറച്ചെടുത്തിട്ട് മുഖം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് കഴുകി കളയുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കണം, പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിത് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിരിപ്പുണ്ട്. ഇനി ഈ ഒരു ജെല്ല് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണാം. ഇതൊരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടാണ്. ഇതുപോലെയാണ് ഇത് ഇരിക്കുന്നത് തണുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫ്ലാക്സ് സീഡും ക്യാരറ്റിൻ്റെ ജ്യൂസും ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസും എല്ലാം കൂടി ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നിറം വർദ്ധിക്കാനും സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു തണുപ്പ് പാടമല്ലേ നമ്മൾ നമ്മുടെ മുഖത്തേക്ക് വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും സ്കിന്നിനൊക്കെ നല്ലൊരു ഉണർവൊക്കെ കിട്ടും ഇത് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം എല്ലാ ദിവസവും നമ്മളിത് കൃത്യമായിട്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും 1 മാസം കൊണ്ട് തന്നെ. അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊരു ഒരു ഉണങ്ങി വലിഞ്ഞ നമുക്ക് ഇങ്ങനെ സ്കിന്നൊക്കെ വലിയുന്നത് പോലെ തോന്നും. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മളത് വാഷ് ചെയ്ത് കളയണം. ഞാനിതാ മുഖം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഉണങ്ങുമ്പോൾ ഇതുപോലെയാണ് ആവുന്നത് കേട്ടോ. ഇതുപോലെ സ്കിന്നൊക്കെ ഒന്ന് വലിഞ്ഞ് മുറുകുകയെ പോലെയൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു, കണ്ടില്ലേ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടും നമുക്ക്. അപ്പം ഇത് സ്ഥിരമായിട്ട് 1 മാസം എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.